കാത്തലിക് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിസ്സംഗത പുലർത്തുന്ന മനുഷ്യരല്ല, ക്രിസ്തുവിന്റെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന ശിഷ്യന്മാരായി തീരുക. മാർപ്പാപ്പ. നിക്യ സുനഹദോസിന്റെ 1700-ാം വാർഷികം POCയിൽ ആഘോഷിച്ചു. ഫാദർ ജോളി വടക്കൻ ഗൾഫ് നാടുകളിലെ സീറോ മലബാർ അപ്പസ്തോലിക് വിസിറ്റർ. തമിഴ്നാട് സ്വദേശിയായ വൈദികൻ കാനഡയിലെ നിയുക്ത ആർച്ച് ബിഷപ്പ്. മലങ്കര സഭയിലെ പുതിയ മെത്രാന്മാരുടെ അഭിഷേകം ശനിയാഴ്ച. വാർത്തകൾ വിശദമായി. നിസ്സംഗത പുലർത്തുന്ന മനുഷ്യരല്ല, ക്രിസ്തുവിന്റെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന ശിഷ്യന്മാരായി തീരുക. മാർപ്പാപ്പ. നിസ്സംഗത പുലർത്തുന്ന മനുഷ്യരല്ല, ക്രിസ്തുവിന്റെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്ന ശിഷ്യന്മാരായി തീരണമെന്ന് ലിയോ 14 പാപ്പ. സാഹോദര്യം ഊട്ടിയുറപ്പിക്കുകയും ജീവിതം പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുകയും വേണം. സഭ ഏൽപ്പിച്ച ദൗത്യം തീക്ഷ്ണമായി തുടരണം. വിവിധ രാജ്യങ്ങളിൽ ന്യൂൻഷന്മാരായി സേവനം ചെയ്യുന്നവരുടെ സമ്മേളനത്തിൽ സന്ദേശം നൽകുകയായിരുന്നു മാർപ്പാപ്പ. വത്തിക്കാൻ നയതന്ത്ര കാര്യാലയങ്ങളിൽ ന്യൂൻഷന്മാരായി പ്രവർത്തിക്കുന്നവരുടെ കൂട്ടായ്മയെ ആദ്യമായി സംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പാപ്പ. നയതന്ത്ര കാര്യാലയ പ്രവർത്തനങ്ങൾ കഠിനമാണെന്നതിനാൽ ദൈവത്തിനായി ജ്വലിക്കുകയും മനുഷ്യർക്കായി തുറന്നതുമായ ഹൃദയം ആവശ്യമാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. നിക്യ സുനഹദോസിന്റെ 1700-ാം വാർഷികം POCയിൽ ആഘോഷിച്ചു. KCBC പ്രസിഡന്റ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഇന്റർചർച്ച് കൗൺസിൽ പ്രസിഡന്റ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷത വഹിച്ചു. റെവറന്റ് ഡോക്ടർ A. ജോൺ ഫിലിപ്പ് വിഷയാവതരണം നടത്തി. CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, ഇന്റർചർച്ച് കൗൺസിൽ സെക്രട്ടറി മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപോലിത്തന്മാരായ സിറിൽ മാർ ബെസേലിയോസ്, ജോസഫ് മാർ ബർണബാസ്, യാക്കൂബ് മാർ ഐറേനിയോസ്, മാത്യൂസ് മാർ അപ്രേം, ബിഷപ്പ് മാർ ജോസഫ് കല്ലറിഞ്ഞാട്ട്, ബിഷപ്പ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ, ബിഷപ്പ് കുര്യൻ പീറ്റർ, ഫാദർ ഫിലിപ്പ് നെൽപുരപ്പറമ്പിൽ, ഡോക്ടർ പ്രകാശ് P. തോമസ്, ഫാദർ സിറിൽ തോമസ് തയ്യിൽ, ഫാദർ തോമസ് തറയിൽ, ഫാദർ ജോർജ് മടത്തിപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു. ഫാദർ ജോളി വടക്കൻ ഗൾഫ് നാടുകളിലെ സീറോ മലബാർ അപ്പസ്തോലിക് വിസിറ്റർ. ഗൾഫ് നാടുകളിലെ സീറോ മലബാർ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അപ്പസ്തോലിക് വിസിറ്ററായി ഫാദർ ജോളി വടക്കനെ ലിയോ 14 മാർപ്പാപ്പ നിയമിച്ചു. ഗൾഫ് നാടുകളിൽ സീറോ മലബാർ വിശ്വാസികൾക്കു വേണ്ടിയുള്ള അജപാലന സംവിധാനങ്ങൾ രൂപപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുകയും കർമ്മ പദ്ധതി തയ്യാറാക്കുകയുമാണ് അപ്പസ്തോലിക് വിസിറ്ററുടെ ഉത്തരവാദിത്തം. അറേബ്യൻ ഉപദ്വീപിലെ 2 അപ്പസ്തോലിക് വികാരിയാത്തുകളുടെ അധ്യക്ഷന്മാരായുള്ള ഐക്യത്തിലും സഹകരണത്തിലുമായിരിക്കും അപ്പസ്തോലിക് വിസിറ്റർ പ്രവർത്തിക്കുന്നത്. ഫാദർ ജോളി വടക്കൻ ഇരങ്ങാലക്കുട രൂപതാംഗമാണ്. 2024 ജൂലൈ മുതൽ ഇരങ്ങാലക്കുട രൂപതയുടെ സിഞ്ചലൂസായി സേവനം ചെയ്തു വരുമ്പോഴാണ് പുതിയ നിയമനം ലഭിച്ചിരിക്കുന്നത്. തമിഴ്നാട് സ്വദേശിയായ വൈദികൻ കാനഡയിലെ നിയുക്ത ആർച്ച് ബിഷപ്പ്. കാനഡയിലെ കിവാറ്റൻ ലേ പാസിന്റെ പുതിയ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പായി ഇന്ത്യൻ വൈദികനായ ഫാദർ സുസായി ജെസുവിനെ ലിയോ 14 മാർപ്പാപ്പ നിയമിച്ചു. മിഷണറി ഒബ്ലേറ്റസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസ സമൂഹാംഗമാണ്. 1971 മെയ് 17 തമിഴ്നാട്ടിലെ നാഗപട്ടണം പുഷ്പവനത്തിലാണ് നിയുക്ത മെത്രാൻ ജനിച്ചത്. മലങ്കര സഭയിലെ പുതിയ മെത്രാന്മാരുടെ അഭിഷേകം ശനിയാഴ്ച. മലങ്കര കത്തോലിക്ക സഭയിൽ പുതുതായി നിയമിതരായിരിക്കുന്ന തിരുവനന്തപുരം മേജർ അതിരൂപത സഹായ മെത്രാൻ മോൺസഞ്ഞോർ ഡോക്ടർ യുഹാലോൻ കുറ്റിയിൽ റമ്പാന്റെയും യൂറോപ്പിലെ മലങ്കര കത്തോലിക്ക സഭയുടെ അപ്പസ്തോലിക വിസിറ്റർ മോൺസഞ്ഞോർ ഡോക്ടർ കുര്യാക്കോസ് തടത്തിൽ റമ്പാന്റെയും മെത്രാഭിഷേകം ശനിയാഴ്ച രാവിലെ 8 തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് മേജർ ആർക്കി എപ്പാർക്കിയിൽ കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കും. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികനായിരിക്കും. കോട്ടയം അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് വചന സന്ദേശം നൽകും. അടുത്ത കാത്തലിക് അപ്ഡേറ്റ്സ് വരുന്ന ചൊവ്വാഴ്ച. നന്ദി.